ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രോൺസ് ബിരിയാണി, ചെമ്മീൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായി ഞാൻ കുറച്ച് സവാള ആദ്യം തന്നെ ബ്രൗൺ നിറമാകുന്നവരെ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ 2 സവാള കട്ട് ചെയ്ത് അത് ഇത്തിരി ഉപ്പും കുറച്ച് പഞ്ചസാര, ഒരു അര സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. അപ്പം അത് ബ്രൗൺ നിറമാവുന്നവരെ മൂപ്പിക്കുക. എന്നിട്ട് അത് വറുത്ത് കോരിയ ശേഷം അതിലേക്ക് ഞാൻ കശുവണ്ടി പരിപ്പും മുന്തിരിയും ഒന്ന് ചൂടാക്കി കോരി, എന്നിട്ട് ഞാൻ പ്രോൺസ് ഞാനത് കഴുകി മാരിനേറ്റ് ചെയ്ത് വെച്ചത് കാണിച്ചില്ല, അതിലൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് ഉപ്പും മുളക് പൊടിയും തിരുമ്പി വെച്ചതാണ്, മഞ്ഞൾപ്പൊടിയും തിരുമ്പി വെച്ചതാണ്. അതൊന്ന് എണ്ണയിൽ നല്ലോണം വറുക്കാൻ പാടില്ല, ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് വറുത്ത് കോരുക. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 സവാള, മല്ലിയില, തക്കാളി 2 എണ്ണം, 3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം, വെളുത്തുള്ളി ഒരു പിടി എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകശാല അരി 1 കിലോ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകിയിട്ട് ഞാൻ കുക്കറിൽ അരപാത്രം വെള്ളം വെച്ചിട്ട് അതിൽ കുറച്ച് പെരുംജീരകം, പട്ട, ഗ്രാമ്പു, തക്കോലമൊക്കെ ഇട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് ഉപ്പും ചേർത്തിട്ട് ഈ ജീരകശാല അരി ഞാൻ വേവാനായിട്ട് തൊട്ടടുത്ത അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട്. തുറന്ന് വെച്ച് തന്നെയാണ് വേവിക്കുന്നത്, കാരണം പാതി വേവിൽ എനിക്ക് അത് കോരിയെടുക്കാനുള്ളതാണ്. അതിൻ്റെ അടുത്തുള്ള അടുപ്പിൽ ഞാൻ ഒരു പാത്രം വെച്ചിട്ട് അതിൽ ഓയിലും ആ സവാള വറുത്ത ഓയിലിൻ്റെ ബാക്കിയും നെയ്യും കൂടെ ചേർത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. 2 സവാള കട്ട് ചെയ്തത് അതിലേക്ക് ചേർത്തു. പിന്നെ അതിൽ ഞാൻ പട്ട, ഗ്രാമ്പു, ബേ ലീഫൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ആ തുടക്കത്തിലിടാൻ മറന്നിട്ട് രണ്ടാമതാണ് അത് ചേർത്തത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്തു. അതിനുശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും മല്ലിയിലയും ചേർത്തു. പിന്നെ ബിരിയാണി മസാല 1 ടേബിൾ സ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്തിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പാതി കുക്ക് ചെയ്ത് ചെമ്മീൻ അതിലേക്ക് ചേർത്തു, പ്രോൺസ് അതിലേക്ക് ചേർത്തിട്ട് കുറച്ച് ബ്രൗൺ നിറമാവുന്ന വരെ വറുത്ത സവാള അതിലേക്ക് ചേർത്ത് പാതി വേവായ അരി അതിലേക്ക് കോരി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു അരമൂടി നാരങ്ങ നീരിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് മേലെ കൂടെ ഒഴിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള സവാള വറുത്തതും കശുവണ്ടി പരിപ്പും മുന്തിരിയും മല്ലിയിലയും മേലെ തൂവി കൊടുത്ത ശേഷം അടച്ച് ഒരു ദോശക്കല്ല് ചൂടാക്കി അതിൻ്റെ മേലെ വെച്ച് വെയിറ്റ് വെച്ച് വരാനായിട്ട് ദമ്മിട്ടു. എന്നിട്ട് തുറന്ന ശേഷം കുറച്ചുകൂടെ നെയ്യ് അതിലേക്ക് ചേർത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ടേസ്റ്റി ആണ്. താങ്ക് യു.